ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കേരളത്തിന്റെ വിവിധ ഇടങ്ങളിൽ പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുന്നു, കൊടിമരങ്ങൾ തകർക്കുന്നു. വലിയ സംഘർഷത്തിലേക്കാണ് കേരളം പോകുന്നത്. അതിന് ഒറ്റ കാരണമാണ് വീണ ജോർജിനെ ആക്രമിച്ചു, KSUവിന്റെ പ്രവർത്തകർ ആക്രമിച്ചു എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഒരു അക്രമത്തിലേക്ക് പോകുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ നല്ലതാണോ? അല്ല, കേരളത്തിൽ ഒരിക്കലും തന്നെ അക്രമത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. അപ്പോൾ അതൊരു കാര്യമാണ്. പക്ഷേ ഇന്നലത്തെ വിഷയത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മളതിനെ അല്ലെങ്കിൽ അതിനെ നോക്കി കാണുമ്പോൾ, രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ കൗതുകത്തോടു കൂടി നോക്കി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ നടന്നിരിക്കുന്നത്? സ്വാഭാവികമായും അവിടെ ആ KSUവിൻ്റെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ KSUവിൻ്റെ പ്രവർത്തകർ അവിടെ കരിങ്കൊടി കാണിക്കുന്നു. അതിൻ്റെ തൊട്ടു പിന്നിൽ അതിനുശേഷം മന്ത്രി സംസാരിക്കുന്നതൊക്കെ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ മന്ത്രിക്ക് കഴുത്തുവേദന വരുന്നു, അവർ ആശുപത്രിയിലേക്ക് അഡ്മിറ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ ചർച്ചയുണ്ട്. പക്ഷേ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം, ഇന്നലെ ഈ കരിങ്കൊടി പ്രയോഗത്തിന് ശേഷം ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, തെരുവിൽ താങ്കൾ പറഞ്ഞതുപോലെ തെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളിയും, ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള അക്രമവും, അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ കീറുകയും, ഇങ്ങനെയുള്ള പ്രതിഷേധ പ്രവർത്തനങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ കലാപത്തിന് സമാനമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുന്നു. പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് പോലീസ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത്? എവിടെ നിന്നാണ് പോലീസിനോട് കയ്യും കെട്ടി നോക്കി നിൽക്കണം എന്ന ഓർഡർ വരുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം. രണ്ടാമത്, ഇന്നലെ വരെ റൈസായി നിന്ന വിഷയം എന്താണ്? ആരോഗ്യ വകുപ്പിന് കീഴിൽ നടക്കുന്ന വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥതയും പിടിപ്പുകേടും, അതുപോലെ ആരോഗ്യ കേരളം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുന്ന ഒരു PR സ്റ്റണ്ട്, അതൊരു വെറും PR സ്റ്റണ്ടാണ് എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങളായി ആ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ്. പെട്ടെന്ന് തന്നെ ഇന്നലെ ഈ ഒരു സമരത്തിന് ശേഷം നടക്കുന്നൊരു സാഹചര്യം എന്താണ്? പെട്ടെന്ന് തന്നെ ഒരു വനിതാ മന്ത്രി ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇത് വേറൊരു തലത്തിലേക്ക്, അതായത് ആ വിഷയത്തെ അവിടെ പിറകിലേക്ക് മാറ്റിവെച്ച്, അല്ലെങ്കിൽ പിറകിലേക്ക് തള്ളി നിർത്തിക്കൊണ്ട് ഒരു പുതിയ വിവാദത്തിന് തുടക്കം കുറിക്കുകയും, ആ പുതിയ അതുകൊണ്ടാണല്ലോ പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി വിളിക്കുന്നു, പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി അവിടേക്ക് വരുന്നു, മുഖ്യമന്ത്രിയുടെ മുഴുവൻ ഇടപെടലുകളും അവിടെ ഉണ്ടാവുന്നു, പെട്ടെന്ന് തന്നെ പോലീസ് 5 പേരെ അറസ്റ്റ് ചെയ്യുന്നു, അതിന് പിറകെ DCC ഓഫീസിലേക്ക് മാർച്ച് നടക്കുന്നു, അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസ് തിരിച്ച് മാർച്ച് നടത്തുന്നു, KPCCയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നു, SFIയുടെയും DYFIയുടെയും CPMന്റെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നു. ഇങ്ങനെ കഴിഞ്ഞ ഒരു 6-7-8 മണിക്കൂർ കൊണ്ട് കേരളത്തിലെ ഈ പറയുന്ന ആശുപത്രികളിൽ നടന്നിട്ടുള്ള ഇത്തരം ചികിത്സാ പിഴവുകളും, അതുപോലെ തന്നെ കേരളത്തിലെ നമ്പർ 1 കേരളം തകർന്നു, ആരോഗ്യ കേരളം തകർന്നു എന്ന കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും കേരളത്തിലെ പ്രതിപക്ഷങ്ങളുടെയും അതുപോലെ ജനങ്ങളുടെയും ആശങ്കയ്ക്ക് മുകളിലാണ് ഇത്തരത്തിലൊരു ക്ലൗഡ് ഉണ്ടാക്കിക്കൊണ്ട് ഇതിനെ സെറ്റിൽ ചെയ്യാനുള്ളൊരു ശ്രമം നടക്കുന്നത്. അല്ല, അതൊരു കോൺഗ്രസിന്റെ വീഴ്ചയായി നമുക്ക് കണക്കാക്കി. അത് കോൺഗ്രസിന്റെ വീഴ്ചയല്ല. ഞാൻ ചിന്തിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഒരു അലയൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. 2 പാർട്ടികളും തമ്മിലുള്ള ഒരു അലയൻസ്, അവർ തമ്മിലൊരു ധാരണ, ഐക്യപ്പെടൽ. അത് ഇനി പ്രതിപക്ഷ നേതാവ് നേരിട്ട് ഐക്യപ്പെട്ടോ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയാണോ ഐക്യപ്പെടലിന് പിന്നിൽ, അല്ലെങ്കിൽ KC വേണുഗോപാലാണോ ഐക്യപ്പെടലിന് പിന്നിൽ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ഐക്യപ്പെടൽ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ. അത് സ്വാഭാവികമായി കോൺഗ്രസിന് ദോഷകരമായി ബാധിക്കുമല്ലോ. അങ്ങനെ നീക്കത്തിലേക്ക് ഇങ്ങനെ ഒരു സമയത്ത് കടക്കുമോ? അല്ല, ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചരട് വലിയാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത്. കോൺഗ്രസിനകത്തൊരു സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ കൊണ്ടുവരാനോ ഒന്നുമല്ല പ്രവർത്തനം നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പുതിയുഗ യാത്ര നടന്നു വരുന്ന ഓരോ ഭാഗങ്ങൾ നടന്നു വരുമ്പോഴും വിസ്മയം തീർത്ത് വരും എന്ന് പറഞ്ഞിടത്ത് ഇന്നലെ പരവൂരിൽ നിന്നുള്ള മുൻ നഗരസഭാ അധ്യക്ഷ ഉൾപ്പെടെയുള്ളവർ BJPയിലേക്ക് വരികയും ഒരു ഏകപക്ഷീയ ഫൈറ്റ്, അതായത് UDFും CPMും ഒരു പക്ഷത്തും BJP മറുപക്ഷത്തും വരുന്ന ഒരു ഏകപക്ഷീയ ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ധാരണ പുറത്ത് എവിടെയൊക്കെയോ ഐക്യപ്പെടൽ നടക്കുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ, അത് സ്വാഭാവികമായി പൊതുജനങ്ങളുടെ ഇടയിലുണ്ട്. പക്ഷെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് പറയുന്നത് UDFും BJPയും തമ്മിലാണ് മത്സരം എന്നാണ് നിരന്തരം. അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. കാരണം കഴിഞ്ഞ 10 വർഷമായി തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള, അതുകൊണ്ടാണല്ലോ ഇത്തരം നാടകങ്ങളൊക്കെ ഉയർന്നു വരുന്നത്. നിങ്ങൾ നോക്കും, ഇതിനകത്ത് സമരത്തെക്കുറിച്ച് കേരളത്തിൽ CPM നടത്തിയതുപോലുള്ള അക്രമ സമരങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിൽ CPM നടത്തിയിട്ടുള്ളത് പോലുള്ള ജനാധിപത്യ വിരുദ്ധ സമരങ്ങൾ കേരളത്തിൽ ഒരു പാർട്ടിയും നടത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ അത്തരത്തിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ മുൻനിരയിൽ നിന്നവർ തന്നെ ഇന്നലെ ഈ സമരത്തെ അപലപിക്കാനും ഈ സമരത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ട് അവരെല്ലാം പറഞ്ഞൊരു ന്യായം, ഒരു വനിതാ മന്ത്രിക്ക് നേരെ. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, അത്തരത്തിലൊരു ടാഗ് ലൈൻ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ കാതലായ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു മന്ത്രിസഭ ശ്രമിക്കുന്നു എന്നുള്ളതല്ലേ ഏറ്റവും സിമ്പിൾ കാര്യം.
ഞാൻ പറഞ്ഞതുപോലെ ഒരു 10-12 മണിക്കൂറായിട്ട് എവിടെയെങ്കിലും ആരോഗ്യ കേരളത്തിലെ വീഴ്ചകളെ കുറിച്ച് ചർച്ചയുണ്ടോ? എവിടെയെങ്കിലും പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ ഒരു കാൽമുട്ടിന് വേദനയായി വരുന്ന ആളിന്റെ കണ്ണിന്റെ കൃഷ്ണമണി അഴിച്ചു മാറ്റിയതിനെ കുറിച്ച് ചർച്ചയുണ്ടോ? എവിടെയെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞൊരു ആദിവാസി ബാലികയെ ആ ആദിവാസി ബാലിക ജനിക്കുമ്പോൾ തന്നെ മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട നെടുമങ്ങാട് ആശുപത്രിയിലെ ആ ഗൈനക്കോളജിസ്റ്റിനെ കുറിച്ച് എവിടെയെങ്കിലും ഇപ്പൊ ചർച്ചയുണ്ടോ? അപ്പൊ ഇത്തരത്തിൽ അത് ഇന്നലെ വല്യകുന്ന് ഹോസ്പിറ്റൽ, തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങലിലുള്ള വല്യകുന്ന് ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ഒരു വിഷയം, ഒരു ബാലികയ്ക്ക് നേരെ അവിടുത്തെ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ നടത്തിയിട്ടുള്ള പ്രവർത്തനം, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങളുണ്ട്. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ഈ ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കാതലായ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തതിൽ വഴി കോൺഗ്രസ് ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം. അതിനോട് ഇപ്പുറത്ത് ആ നാടകം വഴി മന്ത്രി എന്താണ് മൂടി വെക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ഈ 2 ചോദ്യങ്ങളില്ലേ? ഈ 2 ചോദ്യങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്കും 2 പാർട്ടികളും ഉത്തരം പറയണം. ഞാൻ ഒരു പാർട്ടി എന്നുള്ള നിലയിലല്ല, 2 പാർട്ടിയും ഉത്തരം പറയണം. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അഡ്ജസ്റ്റ്മെന്റ് നടത്തി എന്തിനെയാണ് മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? എന്തിനെയാണ് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? എവിടെയാണ് നിങ്ങൾക്ക് ഭയം? ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒത്തുകളി? ഇതെല്ലാം ഇവർ വിശദീകരിക്കണ്ടേ? അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് കൃത്യമായി, ഇപ്പം ഞാൻ ഇത് ചോദിച്ചപ്പോൾ താങ്കൾക്ക് തന്നെ ആ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇത് സ്വാഭാവികമാണ് കേരളത്തിനകത്ത്. അത് ശബരിമല പ്രക്ഷോഭ കാലത്തും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്കുള്ള ഓരോ ഘട്ടത്തിലും നിങ്ങൾ സർക്കാരിന് എവിടെയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ആപൽ ബാന്ധവനായി അല്ലെങ്കിൽ അവരെയൊക്കെ രക്ഷിച്ചെടുക്കുന്ന ആളുകളായി വന്ന് അവതരിച്ചിട്ടുള്ളതെല്ലാം നിങ്ങൾ നോക്കിക്കോളൂ. അത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്, കോൺഗ്രസ് സംവിധാനങ്ങളാണ്, കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനമാണ്, അല്ലേ? അത് നമ്മുടെ മുന്നിൽ കൃത്യമായി പകൽ വെളിച്ചം പോലെ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനാ അതിനെ തിരസ്കരിക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയുടെ പിന്നിൽ ആരാണ്? ആ ഗൂഢാലോചന ഓർഗനൈസ് ചെയ്യുന്നത് എവിടെയാണ്? ഇന്നലെ രാത്രി തന്നെ കൊടിയേരിയിൽ കോൺഗ്രസിന്റെ ഓഫീസ് കത്തിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു പ്രതിപക്ഷ സഖ്യം എന്ന പാർട്ടി എന്ന രീതിയിൽ BJP ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട ആവശ്യമുണ്ടോ? അല്ല, BJPയുടെ സ്റ്റാൻഡ് വളരെ കൃത്യമാണ്. BJPയുടെ സ്റ്റാൻഡ് കേരളത്തിന് ആവശ്യം വികസനമാണ്, കേരളത്തിന് ആവശ്യം കലാപമല്ല, കേരളത്തിൽ ആവശ്യം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കൂടിയാട്ടങ്ങളല്ല. കേരളത്തിൽ ആവശ്യം വികസിതമായിട്ടുള്ള വികസനം നിലനിൽക്കുന്ന യുവാക്കളെ കേരളത്തിലേക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുന്ന, വലിയ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന, കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം നടത്താൻ സാധിക്കുന്ന, കേരളത്തിന് മുന്നോട്ട് പോകാൻ ഒരു ദിശ കാണിക്കാൻ സാധിക്കുന്ന സർക്കാരാണ്. കേരളത്തെ വികസിപ്പിച്ചു, വികസന തുടർച്ചയ്ക്കായാണ് പിണറായി വോട്ട് ചെയ്യുന്നത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം KSRTC ബസ്സുകളിലൊക്കെ ഇപ്പൊ കുറെ പരസ്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയില്ലേ, കുഴിയില്ലാത്ത റോഡ് നിങ്ങൾ അംഗീകരിക്കുമോ? ഞാൻ അംഗീകരിക്കുന്ന പോട്ടെ, എന്റെ രാഷ്ട്രീയമാണെന്ന് വിചാരിക്കാം. താങ്കളൊരു മാധ്യമ പ്രവർത്തകനാണ്, താങ്കൾ അംഗീകരിക്കും കുഴിയില്ലാത്ത റോഡുകളാണ് കേരളത്തിലുള്ളത്? കഴിഞ്ഞ ദിവസമല്ലേ കുഴിയിൽ വീണ ഒരു സാധാരണ ബൈക്ക് യാത്രക്കാരൻ മരണപ്പെട്ടത്? അപ്പൊ എന്താണ് കേരളത്തിലെ ഓരോ ബസ്സിലും അടിച്ചു വെച്ചിരിക്കുന്നത്? ലൈഫാണ്, അല്ലെ? ലൈഫാണ്. നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഞങ്ങൾക്ക് പുതിയൊരു പദ്ധതി പ്രഖ്യാപിക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് ആ പദ്ധതി പ്രഖ്യാപിക്കേണ്ടി വന്നത്? അതായത് കേന്ദ്ര സർക്കാർ സാധാരണക്കാരന് തലചായ്ക്കാൻ ഒരു ഇടം അനുവദിക്കുന്ന ഒരു പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് കേരള സർക്കാർ ഒപ്പിടാത്തത്? അതിന് കൃത്യമായ മറുപടി കേരള സർക്കാരിന്റെ മുന്നിലുണ്ടോ? കേരള സർക്കാർ മറുപടി പറഞ്ഞോ? എന്താണ് കേരള സർക്കാരിന് അതിൽ നിന്ന് പിന്നോട്ടേക്ക് വലിക്കുന്ന അവരുടെ താല്പര്യക്കുറവിന്റെ കാരണം? കേരള സർക്കാർ വിശദീകരിക്കണ്ടേ? അപ്പൊ ഇതൊന്നും നടപ്പിലാക്കാത്ത, അതുപോലെ തന്നെ വയോവന്ധന യോജന, ഇവിടുത്തെ സാധാരണപ്പെട്ട 70 വയസ്സ് കഴിഞ്ഞ സാധാരണപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം ഇല്ലാത്ത സാധാരണപ്പെട്ട അച്ഛനും അമ്മയ്ക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏത് ആശുപത്രിയിൽ പോയാലും ലഭിക്കുന്ന ഒരു പരിരക്ഷ കിട്ടേണ്ട പദ്ധതി എന്തിനാണ് നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്? പറയാൻ മറുപടി ഉണ്ടോ CPM-ന്റെ കയ്യിൽ? കാലം ഇത്രയായില്ലേ എല്ലാവരും ചോദിക്കുന്നു. അപ്പൊ ഇതൊന്നും നടപ്പിലാക്കാതെ ഏത് വികസനമാണ് ഇവർ നടപ്പിലാക്കിയത്? ഏത് വികസനം? മകൾക്ക് എക്സാലോജി കമ്പനിയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് മണൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയതാണോ ഇവർ നടത്തിയ വികസനം? അതോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പെരുങ്കള്ളന്മാരെ അച്ചടിച്ച് AKG സെന്ററിൽ നിന്ന് അച്ചടിച്ചിറക്കി വിട്ട പ്രശാന്ത് അടക്കമുള്ള കള്ളന്മാരെ അച്ചടിച്ചിറക്കി വിട്ട ഇന്നും കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ള ദേവസ്വം ബോർഡ് മന്ത്രിമാരെ സംരക്ഷിച്ച് പിടിക്കുന്നതാണോ ഇവർ നടത്തിയിട്ടുള്ള വികസനം? അപ്പൊ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത്? എന്താണ് വികസനം? അദ്ദേഹം പറയുന്ന വികസനം എവിടെയാണ്? ആ വികസനം എവിടെയാണെന്ന് പറയണ്ടേ? 2000 പേരാണ് കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞല്ലോ, 2000 പേരാണ് ഭൂമി വാങ്ങിയതിനു ശേഷം ഒരു വീടിന് വേണ്ടി കാത്തു കെട്ടി കിടക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത്. അവർക്ക് ഏത് പദ്ധതി പ്രകാരം വീട് കൊടുക്കും? ഏത് പദ്ധതി വഴി? അതിന് മറുപടി പറയണ്ടേ സർക്കാർ? അപ്പൊ ഇതിനൊന്നും സർക്കാരിന്റെ കയ്യിൽ മറുപടി ഇല്ല. ഇന്ന് ഞാനും താങ്കൾ സംസാരിക്കുമ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കെടുകാര്യസ്ഥത മൂലം തിരുവനന്തപുരം നഗരഹൃദയത്തിലെ പല വാർഡുകളിലും വെള്ളമില്ല.
തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല വരാൻ പോകുന്നു. അപ്പൊ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല വരാൻ പോകുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ഈ കുടിവെള്ളത്തിന്റെ വിഷയം. അപ്പൊ തിരുവനന്തപുരത്ത് BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു നഗരസഭാ ഭരണം വന്നതുകൊണ്ട് നഗരത്തിലെ സാധാരണക്കാർ ആറ്റുകാൽ പൊങ്കാലയിൽ വലയണം എന്നുള്ള നിലപാടോടുകൂടിയാണ്, അല്ലെങ്കിൽ ഒരു കുൽസിത ബുദ്ധിയോടുകൂടിയല്ലേ ഈ പ്രവർത്തനം നടക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട് നടന്നിട്ടുള്ള ഡോക്ടറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള അനാസ്ഥ അവർക്ക് വിഷയമല്ല. അവിടെ സമരം ചെയ്തതിന്റെ പേരിൽ ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാല ബഹിഷ്കരിക്കുമെന്ന നിലപാടെടുക്കുന്നു. KGMO എന്ന് പറയുന്ന ഇടതുപക്ഷ ഈ പറയുന്ന ഡോക്ടർമാരുടെ യൂണിയൻ, അതിനെതിരെ എന്താ സർക്കാരിന്റെ നിലപാട്? അപ്പൊ ഈ രണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരോടാ വെല്ലുവിളി? BJPയോടാണോ വെല്ലുവിളി? രാഷ്ട്രീയമായി നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിച്ചു, ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. പക്ഷെ ജനങ്ങളോടാണ് നിങ്ങളെ വെല്ലുവിളിയെങ്കിൽ അത് ജനങ്ങളെ അണിനിരത്തി തന്നെ ഞങ്ങൾ മറുപടി പറയും. അത് പറയുമെന്ന് CPM കൃത്യമായി ബോധ്യം വന്നതുകൊണ്ടല്ലേ ഇന്നലെ ഡോക്ടർമാരുടെ സംഘടന അതിൽ നിന്ന് പിന്നോട്ട് പോയത്. ഇനി 101 വാർഡുകളിലേക്ക് ടാങ്കർ അയക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതൊന്നും തലസ്ഥാനത്ത് പോലും കുടിവെള്ളം കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് പറയുന്നത് ഞങ്ങൾ വികസന സർക്കാരാണ്. എന്ത് വികസനമാണ് നടത്തിയത്? സ്വന്തം അവനവന്റെ കുടുംബം വികസിച്ചിട്ടുണ്ട്. LDF സർക്കാരിന്റെ ഓരോ മാധ്യമങ്ങളിൽ മുഴുവൻ ഇത് BJPയുടെ വീഴ്ചയായി, മേയറിന്റെ വീഴ്ചയാണ്, CPM നേതാക്കൾ പഴയ കൗൺസിലർമാർ. അല്ല, ഞാൻ ചോദിക്കട്ടെ, വാട്ടർ അതോറിറ്റി ആരുടെ കീഴില? VV രാജേഷിന്റെ കീഴിലല്ലല്ലോ, തലസ്ഥാനത്തെ മേയറുടെ കീഴിലല്ലല്ലോ വാട്ടർ അതോറിറ്റി. വാട്ടർ അതോറിറ്റിയുടെ മന്ത്രി ആരാണോ അയാളുടെ വീഴ്ചയാണ്. അയാൾ ഏത് പാർട്ടിയുടെ ആണോ, അല്ല ഏത് മുന്നണിയുടെ ഭാഗമാണോ, അയാൾ ഏത് മന്ത്രിസഭയുടെ ഭാഗമാണോ, ഏത് കഴിവുകെട്ട മുഖ്യമന്ത്രിയാണോ അയാളെ ഗൈഡ് ലൈൻ ചെയ്യുന്നത്, അയാളുടെ വീഴ്ചയാണ് അല്ലേ? അല്ല, ഇപ്പൊ എനിക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ BJPക്ക് ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതല്ല, ഞങ്ങൾക്ക് രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്തമുണ്ട്, ഭരണപരമായ ഉത്തരവാദിത്തമുണ്ട്. അത് BJPയുടെ മേയർ തന്നെ, അല്ലെങ്കിൽ നഗരസഭയുടെ മേയർ തന്നെ പറഞ്ഞു, ഞങ്ങൾ 101 വാർഡിലേക്ക് ഞങ്ങൾ ഇതിനൊന്നും പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട് പ്രാദേശികമായി. പക്ഷെ പ്രക്ഷോഭത്തിനപ്പുറത്ത് പരിഹാരം വേണം. ഇവരൊക്കെ ഇത്രയും കാലം നടത്തിയത് എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രക്ഷോഭം നടത്തുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ഇതിനെ പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്തവണ ചിന്തിച്ചിരിക്കുന്നത് പരിഹരിക്കുന്നത് എങ്ങനെ. ആ പരിഹാരമാണ് ഞങ്ങൾ പറഞ്ഞത്. 101 വാർഡിലേക്കും ഞങ്ങൾ ഈ പറയുന്ന ടാങ്കറിൽ വെള്ളം 24 മണിക്കൂറും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും. ഞങ്ങൾക്കൊരു നഗരസഭ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പരിമിതമായ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങൾ അത്രയും ഇടപെടൽ നടത്തുമ്പോൾ തലസ്ഥാന നഗരത്തിൽ ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നടക്കുമ്പോൾ ഇവിടുത്തെ തലസ്ഥാനത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ക്യാബിനറ്റ് എന്ത് ചെയ്തു എന്ന ചോദ്യമില്ലേ? മന്ത്രിയുടെ മണ്ഡലമാണ് ആറ്റുകാൽ മണ്ഡലം. തിരുവനന്തപുരത്തുള്ള നേമത്തെ MLA ആയിട്ടുള്ള ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള സഖാവ് ശിവൻകുട്ടിയുടെ മണ്ഡലമാണ്. ശിവൻകുട്ടിക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുമോ? ശിവൻകുട്ടി ഇപ്പോൾ നഗരസഭയുടെ തലയിൽ വെച്ചിട്ടിരിക്കുമ്പോൾ സ്വന്തം ക്യാബിനറ്റിൽ തൊട്ടപ്പുറത്തിരിക്കുന്ന സഹപ്രവർത്തനെ കൊണ്ട് ഈ വിഷയം പരിഹരിക്കാൻ കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് കേരളത്തിലും നേമത്തും ഇനി നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക? ഇതിനൊന്നും CPMന്റെ കയ്യിൽ മറുപടിയില്ല. CPM ആകെ തകർന്നു കഴിഞ്ഞു. CPMന്റെ നഗരസഭാ ഭരണം പോയതോടുകൂടി CPM എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റി ആകെ പൊളിഞ്ഞ അടുക്കി നാമാവശേഷമായിരിക്കുന്നു എന്നുള്ളതല്ലേ ഞങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ രാഷ്ട്രീയമായി SP ദീപകിനെ പോലെയുള്ള ചില ആളുകൾ ഇങ്ങനെ ബഹളം വെക്കട്ടെ. ഞങ്ങൾ അതിന്റെ പരിഹാരത്തിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഇവരെ ആരുടെയും മുന്നിൽ PR സ്റ്റണ്ടിന് ഞങ്ങളില്ല. ഞങ്ങൾ പരിഹാരം എന്താണ് എന്ന് അന്വേഷിക്കുന്നു. ആ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വികസനം എന്ന് പറയാനുള്ള എന്തെങ്കിലും മൗലികമായ അവകാശമെങ്കിലും സഖാവ് പിണറായി വിജയൻ ഉണ്ടോ എന്ന് അദ്ദേഹം തന്നെ സ്വയം പരിശോധിക്കട്ടെ. എന്നോടൊന്നും പറയണ്ട, സ്വയം പരിശോധിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.